ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂക്ലിക്ക്. ഇനി നിങ്ങൾക്കും നേടാൻ കേട്ടറ്റ് ഒരു മാസം കൊണ്ട്. ഇന്ന് നമ്മുടെ സൈക്കോളജി ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സൈക്കോളജിയിലെ വ്യക്തിത്വം എന്ന് പറഞ്ഞ പാഠത്തിലെ പാർട്ട് 1 ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബാക്കി പാർട്ട് 2 ആണ്. പാർട്ട് 2 ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതാണ് വ്യക്തിത്വ മാപനം. എന്താണ് വ്യക്തിത്വ മാപനം എന്ന് പറഞ്ഞാൽ? വ്യക്തിത്വ മാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്യക്തിത്വത്തെ അളക്കുക, ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കാനുള്ള വിവിധ മാർഗങ്ങളാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടിട്ട് എക്സാമുകൾക്ക് പൊതുവെ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് വ്യക്തിത്വ മാപനം. അപ്പോൾ നമുക്ക് തുടങ്ങാം. വ്യക്തിത്വ മാപനം അഥവാ പേഴ്സണാലിറ്റി അളക്കാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന 3 തന്ത്രങ്ങളാണിത്. അതിൽ ഒന്നാമത്തത് ചോദ്യാവലി, രണ്ടാമത്തത് ഇൻവെൻട്രികൾ, മൂന്നാമത്തത് വിക്ഷേപണ തന്ത്രങ്ങൾ. അതിൽ ഒന്നാമത്തെ ചോദ്യാവലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരുടെ വ്യക്തിത്വമാണോ അളക്കുന്നത് അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളുടെ വ്യക്തിത്വം അളക്കുന്നതിനാണ് ചോദ്യാവലി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇൻവെൻട്രികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിത്വം അളക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇൻവെൻട്രികൾ നമുക്ക് വ്യക്തിത്വ സവിശേഷതകൾ അളക്കാൻ മാത്രമേ ഉപയോഗപ്പെടുള്ളൂ. ചോദ്യാവലി എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തിത്വം മാത്രം അളക്കാനല്ല, അപ്പോൾ ബുദ്ധിശക്തി അളക്കാനും ഒക്കത്തിനും നമുക്ക് ചോദ്യാവലി ഉപയോഗപ്പെടും. എന്നാൽ ഇൻവെൻട്രികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തിത്വ സവിശേഷതകൾ മാത്രം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രമാണ്. ഇനി ഇൻവെൻട്രികളും വിക്ഷേപണ തന്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻവെൻട്രികളിലൂടെ ബോധ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ബോധ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇൻവെൻട്രികൾ. എന്നാൽ വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബോധ മനസ്സിലെ കാര്യങ്ങൾ കൂടെ കണ്ടെത്തിയിട്ട് നമ്മുടെ വ്യക്തിത്വം എങ്ങനെയാണോ എന്ന് നിർണ്ണയിക്കാം വിക്ഷേപണ തന്ത്രത്തിലൂടെ. അപ്പം നമുക്ക് ഇനി ചോദ്യാവലിയെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. ചോദ്യവും ഉത്തരവും, ചോദ്യം ചോദിച്ച് ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കുന്നതാണ്. ഇൻവെൻട്രികളെ കുറിച്ചിട്ട് പറയാം. നമ്മൾ പറയാൻ പോകുന്നത് വ്യക്തിത്വ മാപനത്തിൻ്റെ ഇൻവെൻട്രികളെ കുറിച്ചിട്ടാണ്. വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻവെൻട്രികളെ കുറിച്ചിട്ടാണ്. വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻവെൻട്രികളിൽ ആദ്യത്തെ ഇൻവെൻട്രി എന്ന് പറയുന്നത് പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ്, അഥവാ PDS പേഴ്സണൽ ഡാറ്റ ഷീറ്റ്. പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ് ആദ്യത്തെ ഇൻവെൻട്രി. അത് ചോദ്യം വരാം, ആദ്യത്തെ ഇൻവെൻട്രി ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ കേട്ടറ്റ് എക്സാമിന് വരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തത് പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ്. ഈ പേഴ്സണൽ ഡാറ്റ ഷീറ്റിലൂടെ നമുക്കൊരാളുടെ വ്യക്തിത്വം അളക്കാമെന്ന് കണ്ടുപിടിച്ചത് RS വുഡ്വർത്ത് ആണ്. മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും ഇതുവരെ ഒരു കേട്ടറ്റിനും ആരാണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ് കണ്ടെത്തിയത് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക, പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ് ആദ്യത്തെ ഇൻവെൻട്രി. PDSൻ്റെ ഫുൾ ഫോം ആണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ്. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാം. ആദ്യത്തെ ഇൻവെൻട്രി ആണ്, അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് RS വുഡ്വർത്ത് ആണ്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ് എന്നും കൂടെ പറഞ്ഞു തരാം, അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഇതിൽ മൊത്തം 116 ചോദ്യങ്ങൾ ഉണ്ടാവും. 116 ഇനങ്ങളാണ് ഉണ്ടാവുക. ഈ 116 ഇനങ്ങളിൽ ചെക്ക് മാർക്ക് ഇട്ടാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. നമ്മുടെ ഈ 116 ചോദ്യങ്ങൾ നമ്മുടെ ഭയം, വ്യാകുലത എല്ലാം ഉൾപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ ടിക്ക് ഇട്ടുകൊണ്ട്, ഇപ്പോൾ നമ്മൾ ചെക്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കുമല്ലോ, അതേപോലെ യെസ് ഓർ നോക്ക് ടിക്ക് ഇട്ടുകൊണ്ടാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അങ്ങനെ ആ ഉത്തരത്തിലൂടെ നമുക്കൊരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് വുഡ്വർത്ത്. അതാണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ്. അപ്പോൾ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ആദ്യത്തെ ഇൻവെൻട്രി ആണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, PDS. അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് RS വുഡ്വർത്ത്. 116 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 116 ചോദ്യങ്ങളിൽ ചെക്ക് മാർക്ക് ഇട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നു. ഉത്തരത്തിലേക്ക് എത്തിയതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളുടെ വ്യക്തിത്വം അളക്കുന്നു. അതാണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ്. ഇതിൽ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, ആദ്യത്തെ ഇൻവെൻട്രി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ്. ഇനി രണ്ടാമത്തതാണ് മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി, അഥവാ MMPI. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രചാരമുള്ള ഇൻവെൻട്രിയാണ് മിന്നസോട്ട, അഥവാ MMPI ആണ് ഏറ്റവും പ്രചാരമുള്ള ഇൻവെൻട്രി. ഇപ്പോൾ 2 ചോദ്യം, ഏറ്റവും ആദ്യത്തേത്
PDS ആണ്. ഏറ്റവും പ്രചാരമുള്ളത് MMPI ആണ്, മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. ഇതിൽ നിങ്ങൾക്ക് എഴുതിയത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ എഴുതി കാണിക്കാം. അപ്പോൾ മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി MMPI ആണ് ഏറ്റവും പ്രചാരമുള്ള ഇൻവെൻട്രി. മിന്നസോട്ട മൾട്ടിഫേസിക്സ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൽ 50 ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ 50 ചോദ്യങ്ങൾക്ക് അതെ അല്ല സംശയമുണ്ട് എന്ന രീതിയിൽ ഉത്തരങ്ങൾ എഴുതിയിട്ട് അതൊരു 3 ബോക്സിലായിട്ട് നിക്ഷേപിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ പേഴ്സണാലിറ്റിയെ അളക്കുന്നതാണ് മിന്നസോട്ട മൾട്ടിഫേസിക്സ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. മൂന്നാമത്തെ ഒരു ഇൻവെൻട്രി ആണ് അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി. ഇത് പൊതുവെ കേട്ടിട്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇത് കണ്ടിട്ടില്ല. AS ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് GW ആൽപോർട്ട് ആണ്. നമ്മൾ വ്യക്തിത്വത്തിൻ്റെ നിർവചനം പറഞ്ഞിട്ടുള്ള GW ആൽപോർട്ട് തന്നെയാണ് നമ്മുടെ അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി എന്നതിൻ്റെ ഉപജ്ഞാതാവ്. ഇതിൽ പറയുന്നത് നമ്മുടെ സാമൂഹ്യ ബോധം അല്ലെങ്കിൽ ഏകാന്തത ബോധം, ഏകാന്തമായിരിക്കുന്നത് അല്ലെങ്കിൽ ബഹിർമുഖത, അന്തർമുഖത, ഇതെല്ലാം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി. GW ആൽപോർട്ട് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഇൻവെൻട്രി ആണ് ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി അഥവാ EPI. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യക്തിത്വ സവിശേഷതയ്ക്ക് 2 മാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തത് സ്ഥിരത അസ്ഥിരത, രണ്ടാമത്തത് അന്തർമുഖത ബഹിർമുഖത. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ പേഴ്സണാലിറ്റിക്ക്, നമ്മുടെ വ്യക്തിത്വ സവിശേഷതയ്ക്ക് എന്നാണ് ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെൻട്രിയിൽ പറയുന്നത് EPI. ഇനി ഇത്രയും കാര്യങ്ങൾ ഈ 2 അത്ര ക്വസ്റ്റ്യൻസിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ആദ്യത്തെ PDS പേഴ്സണൽ ഡാറ്റ ഷീറ്റും അതേപോലെ MMPIയും ക്വസ്റ്റ്യനിലൊക്കെ വരാറുണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിച്ചു പഠിക്കുക. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രികൾ അവസാനിച്ചു. പ്രധാനമായും 4 തരത്തിലുള്ള ഇൻവെൻട്രികളാണ്. അതിൽ ഒന്നാമത്തേത് പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, രണ്ടാമത്തേത് മിന്നസോട്ട MMPI, മൂന്നാമത്തേത് AS അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി, നാലാമത്തേത് ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. ഈ 4 കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിക്ഷേപണ തന്ത്രങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വ്യക്തിത്വ മാപനത്തിന് പ്രധാനമായിട്ടും 3 രീതിയാണ് അവലംബിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഏതാണ്? ചോദ്യാവലി. രണ്ടാമത്തത് ഇൻവെൻട്രികൾ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഇൻവെൻട്രികൾ പറഞ്ഞപ്പോൾ നമ്മൾ ലാസ്റ്റ് EPI എന്ന് പറഞ്ഞല്ലോ, അത് നമ്മളെ നാഡീ വൈകല്യങ്ങളൊക്കെ കുറിച്ച് അറിയാൻ ഐസെങ്ക് ആവിഷ്കരിച്ചതാണ്. അതും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ഇനി പറയാനുള്ളത് മൂന്നാമത്തത് വിക്ഷേപണ തന്ത്രങ്ങളാണ്. ഇൻവെൻട്രിയും വിക്ഷേപണ തന്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻവെൻട്രിയിൽ നമ്മുടെ ബോധ മനസ്സിലെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിത്വം അളക്കലാണ്. എന്നാൽ വിക്ഷേപണ തന്ത്രത്തിൽ നമ്മുടെ അബോധാവസ്ഥയിലുള്ള അല്ലെങ്കിൽ അബോധാവസ്ഥയിലല്ല അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ ഒരാളുടെ വ്യക്തിത്വം നിർണ്ണയിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റിൻ്റെ ഉപജ്ഞാതാവ് ഹെർമൻ റോഷയാണ്. അത് ഓർത്ത് വെക്കുക. ഇത് പഠിക്കാൻ പ്രയാസമൊന്നുമില്ല. ഇവിടെ റോഷ ഉണ്ട്. അപ്പോൾ റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ആരുതാ? അപ്പോൾ എന്തായാലും പേരിലൊരു റോഷ ഉള്ള ആളാണ്. അപ്പോൾ ഹെർമൻ റോഷ. അപ്പോൾ എങ്ങനെയാണ് ഈ റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പേപ്പർ എടുക്കും, പേപ്പറിലേക്ക് മഷി കുടഞ്ഞതിന് ശേഷം അത് 4ആയി മടക്കും, അതിനുശേഷം അത് തുറന്നിട്ട് ആ രൂപം എന്താണ് അല്ലെങ്കിൽ ആ തുറന്നിട്ട് നമുക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന രീതിയാണ് റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. അപ്പോൾ റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഒരു വിക്ഷേപണ തന്ത്രമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം, ഒരു 3 ഇൻവെൻട്രി തരും. അതേതൊക്കെ? ഇപ്പോൾ പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, MMPI, അതേപോലെ AS, ഇത് 3ഉം തരും. ഇതിൻ്റെ കൂടെ റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റും തരും. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? അപ്പോൾ അത് 3ഉം ഇൻവെൻട്രിയാണ്. ഇത് വിക്ഷേപണ തന്ത്രമാണ്. അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഈ വിക്ഷേപണ തന്ത്രത്തിൽ രണ്ടാമത് വരുന്നതാണ് തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്. തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് അഥവാ ടാറ്റ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ചോദ്യത്തിൽ ടാറ്റ് എന്ന് തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്. ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് മോർഗണും മുറേയുമാണ്.
മോർഗണും മുറേയുമാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ. അത് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു 20 അവ്യക്തമായ ചിത്രങ്ങൾ നൽകും. 20 ചിത്രങ്ങളിലും 2 ആൾരൂപങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ആരുടെ വ്യക്തിത്വമാണോ അളക്കുന്നത് അവരെ കൊണ്ട് ആ ചിത്രങ്ങൾക്ക് അവ്യക്തമായ ചിത്രങ്ങൾ നോക്കിയിട്ട് കഥ പറയിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ കഥ പറയുമ്പോൾ അവർ ഏത് രീതിയിലാണ് കഥ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന രീതിയാണ് തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്. അതിൻ്റെ ഉപജ്ഞാതാക്കൾ മോർഗനും മുറേയുമാണ്. അത് മനസ്സിലാക്കി വെക്കുക. ടാറ്റ് ആണ് അതിൻ്റെ ഷോർട്ട് ഫോം, തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്. മൂന്നാമത്തെ വിക്ഷേപണ തന്ത്രമാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അഥവാ വാറ്റ്. CJ യുങ് ആണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. നാലാമത്തെ വിക്ഷേപണ തന്ത്രമാണ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ കാറ്റ് എന്ന് പറയുന്നത്. ഇത് 3 മുതൽ 11 വയസ്സുവരെയുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വിക്ഷേപണ തന്ത്രമാണ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ലിയോപോൾഡ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ നമ്മൾ പ്രധാനമായും പഠിച്ചത് 4 വിക്ഷേപണ തന്ത്രങ്ങളാണ്. ഒന്ന് റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, അതിൻ്റെ ഉപജ്ഞാതാവ് ഹെർമൻ റോഷയാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ ടാറ്റ്, അതിൻ്റെ ഉപജ്ഞാതാവ് മോർഗണും മുറേയുമാണ്. 2 പേരുണ്ട്. മൂന്നാമത് നമ്മൾ പഠിച്ചത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് CJ യുങ് ആണ്. ഈ വേർഡ് അസോസിയേഷൻ ടെസ്റ്റിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഈ ടെസ്റ്റിലൂടെയാണ് അന്തർമുഖരും ബഹിർമുഖരും ഉഭയമുഖരൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തിയത്. നാലാമത്തേതാണ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ കാറ്റ്. ഇതിൻ്റെത് ലിയോപോൾഡ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. 3 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്നതാണിത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട, അതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. ഇപ്പോൾ ഈ റോഷ മഷോപ്പ് പഠിക്കാൻ ഒരു പ്രയാസമല്ലല്ലേ. റോഷ, പിന്നെ ഇതിൽ എന്തുണ്ട്, പേരിലും റോഷ ഉണ്ട്, കണ്ടുപിടുത്തത്തിലും റോഷ ഉണ്ട്. പിന്നെ മറ്റ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, വേർഡ് CJ യുങ്ങിൻ്റെതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ കുറേ എഴുതി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട് എന്നൊക്കെ തോന്നും, പക്ഷേ ഇത് വളരെ കുറച്ചുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കുറച്ചേ ഇതുള്ളൂ, പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പൊതുവേ കേട്ടിട്ടിന് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കി നന്നായിട്ട് പഠിക്കുക. അപ്പം നമ്മൾ വ്യക്തിത്വ മാപനത്തെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒന്നാണ് സമായോജനവും അപസമായോജനവും. അതിലെ സമായോജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹവുമായി ഹൃദ്യമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ സമായോജനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നും. നമ്മളത് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയും. നമുക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയും. അഡ്ജസ്റ്റ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹവുമായി പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരുക, ഹൃദ്യമായൊരു ബന്ധം ഉണ്ടാക്കാൻ സ്ഥാപിക്കുക. അതാണ് സമായോജനം. അപസമായോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹവുമായി നമുക്ക് ഇണങ്ങിച്ചേരാൻ ബുദ്ധിമുട്ട്, ഹൃദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയാതിരിക്കുക, ഇതൊക്കെ അപസമായോജനത്തിൽ പെട്ടതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ചില കുട്ടികൾ എല്ലാവരോടും കൂട്ടുകൂടും, ചില കുട്ടികൾ എന്ത് ചെയ്യും, കുട്ടികളോടൊന്നും കൂട്ടുകൂടാതെ വിട്ടു നിൽക്കുന്ന കുട്ടികളും ഉണ്ടാവും അല്ലേ. അങ്ങനെ 2 രീതിയിലുണ്ടാവും. അപ്പോൾ എല്ലാവരോടും വളരെ ആക്റ്റീവായി എല്ലാവരോടും വളരെ ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കുന്നവർ സമായോജനത്തിലും, മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാത്ത, ഇണങ്ങിച്ചേരാത്ത, ഹൃദ്യമായ ഒരു ബന്ധമില്ലാത്തവരെ അപസമായോജനത്തിലും ഉൾപ്പെടും. അപസമായോജനത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മോഹഭംഗം, അതേപോലെ മാനസിക സംഘർഷം, ഇവയൊക്കെയാണ് അപസമായോജനത്തിനുള്ള കാരണങ്ങൾ. നമ്മൾ പറഞ്ഞു അപസമായോജനത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് മോഹഭംഗം, അതേപോലെ മാനസിക സംഘർഷമൊക്കെയാണ്. ഈ മോഹഭംഗത്തിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കുറച്ച് വഴികൾ നോക്കും. അതിനെയാണ് നമ്മൾ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അപസമായോജനത്തിൽ നിന്നും രക്ഷപ്പെടാനും നമ്മൾ എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അതിനെയാണ് പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രതിരോധ തന്ത്രങ്ങളാണ്. ഇതും കേട്ടിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതിൽ ഒന്നാമത്തതാണ് ദമനം. ദമനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, അതെല്ലാം നമ്മൾ നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നതാണ് ദമനം എന്ന് പറയുന്നത്.
അതൊരു അപസമായോജനത്തിനല്ലേ കാരണമാവും, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഉൾവലിയാനൊക്കെ ഉള്ളൊരു കാരണമാണത്. എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അബോധാവസ്ഥയിലേക്ക് തള്ളിവിടുക. അതിനെയാണ് ദമനം എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് പ്രക്ഷേപണം. ഇതിൻ്റെ കൂടെ തന്നെ നോട്ട് എഴുതിക്കോളൂ. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ സ്വന്തം തെറ്റുകൾ മറ്റുള്ളവരിൽ ചുമത്തി രക്ഷപ്പെടുക. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ പരാജയം മറ്റുള്ളവരുടെ പേരിൽ ചുമത്തി, മറ്റുള്ളവരുടെ മേൽ ചുമത്തി രക്ഷപ്പെടുന്നതിനെയാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പരീക്ഷയ്ക്ക് എക്സാമിന് തോറ്റ കുട്ടി എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറ്റം പറയുക. ക്വസ്റ്റ്യൻ പേപ്പർ കൊള്ളൂല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റ് ചുമത്തി രക്ഷപ്പെടുന്ന ഒരു പ്രവണത, അത് പ്രക്ഷേപണത്തിലാണ് പെടുന്നത്. ദമനം എന്ന് പറഞ്ഞാൽ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം അബോധ മനസ്സിലേക്ക് തള്ളിവിടുക. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ തൻ്റെ തെറ്റുകൾ മറ്റുള്ളവരിലേക്ക് ചുമത്തി രക്ഷപ്പെടുക. മൂന്നാമത്തെ പ്രതിരോധ തന്ത്രമാണ് താദാത്മീകരണം. താദാത്മീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ പരാജയത്തിൽ നിന്ന്, കുട്ടി തൻ്റെ പരാജയത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുമായിട്ടോ താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരുടെ വിജയത്തിൽ സ്വയം സംതൃപ്തി കണ്ടെത്തുക. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഫുട്ബോൾ ടീമിൻ്റെ ഒക്കെ ഇതിൽ അവരുടെ വിജയത്തിൽ കുട്ടി സ്വയം സംതൃപ്തി കണ്ടെത്തുക. അതിനെയാണ് താദാത്മീകരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമുമായോ അല്ലെങ്കിൽ ഒരു സംഘമായിട്ടോ താദാത്മ്യം പ്രാപിച്ച് അവരുടെ വിജയത്തിൽ സ്വയം സംതൃപ്തി കണ്ടെത്തുക. അതാണ് താദാത്മീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുക്തീകരണം. ഈ യുക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ പരാജയങ്ങളൊക്കെ അല്ലെങ്കിൽ തൻ്റെ കഴിവുകേടുകൾ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കാം. ഇപ്പം നമ്മൾ പ്രക്ഷേപണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? തൻ്റെ പരാജയങ്ങൾ മറ്റുള്ളവരുടെ മേൽ ചുമത്താണ് പ്രക്ഷേപണം. യുക്തീകരണം എന്ന് പറഞ്ഞാൽ തൻ്റെ പരാജയങ്ങളെ തെറ്റായ രീതിയിൽ ന്യായീകരിക്കാം. ഈ കാരണത്തിൽ നമ്മൾ രണ്ട് ശൈലി പറയും: പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, മധുരിക്കുന്ന നാരങ്ങ ശൈലി. യുക്തീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യത്തെ നമ്മൾ തെറ്റായ കാരണങ്ങൾ കണ്ടെത്തി ന്യായീകരിക്കുകയാണ്. പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി എന്ന് പറയുന്നത് പണ്ടൊരു കുറുക്കൻ്റെ കഥ ഉണ്ട് അല്ലേ? കുറുക്കന് മുന്തിരി കിട്ടാതിരുന്നപ്പോൾ കുറുക്കൻ പറഞ്ഞു അത് പുളിക്കുന്ന്. അതേപോലെ ഒരു എക്സാമിന് കുട്ടിക്ക് മാർക്ക് കിട്ടാതിരിക്കുമ്പോൾ കുട്ടികൾ പറയാം, അപ്പം മാർക്ക് കിട്ടിയിട്ട് ഇപ്പം എന്താ, മാർക്ക് കിട്ടിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ കുട്ടികൾ പറയുന്നത് യുക്തീകരണത്തിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ ഇതിൽ തന്നെ മധുരിക്കുന്ന നാരങ്ങ ശൈലി എന്ന് പറയും. മധുരിക്കുന്ന നാരങ്ങ ശൈലി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് ഒരാളെ ഡിസ്മിസ് ചെയ്തു, തൻ്റെ ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. അപ്പോൾ ഏറ്റുവാങ്ങിയ ആൾ പറയാണ്, ഡിസ്മിസ് ചെയ്തത് നന്നായി, അതുകൊണ്ട് ഇപ്പം എനിക്ക് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഇരിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് യുക്തീകരണത്തിലാണ് ഉൾപ്പെടുന്നത്. എന്താണ് സംഭവം? തൻ്റെ തെറ്റുകൾ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുക. അതാണ് യുക്തീകരണം. ഇനി അടുത്തതാണ് ഉദാത്തീകരണം. ഉദാത്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോരായ്മകൾ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ മറക്കാൻ വേണ്ടി, നമ്മുടെ കുറവുകൾ മറക്കാൻ വേണ്ടി സാമൂഹിക കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുക എന്നതാണ് ഉദാത്തീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടികളില്ലാത്ത ഫാമിലി, കുട്ടികളില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ആ ഒരു സങ്കടം മറക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? കൂടുതൽ സമൂഹ കാര്യങ്ങളിൽ ഇടപെടും, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടും. അങ്ങനെയുള്ളതിനെയാണ് ഉദാത്തീകരണം എന്ന് പറയുക. നമ്മുടെ സങ്കടം മറക്കാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനെയാണ് ഉദാത്തീകരണം എന്ന് പറയുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. ദമനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നടക്കാത്ത ആഗ്രഹങ്ങളെല്ലാം അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ്. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ തൻ്റെ തെറ്റ് മറ്റുള്ളവരുടെ പേരിൽ ചുമത്തി രക്ഷപ്പെടുന്നതാണ് പ്രക്ഷേപണം. താദാത്മീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ പരാജയം ഒരു വിഷയമാകാതെ ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു സമൂഹവുമായിട്ടോ ഇടപഴകിയിട്ട് അവരുമായി താദാത്മ്യം പ്രാപിച്ച് അവരുടെ വിജയത്തിൽ സ്വയം സംതൃപ്തി നേടുന്നതാണ് താദാത്മീകരണം. യുക്തീകരണം എന്ന് പറഞ്ഞാൽ തൻ്റെ പോരായ്മകൾ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കലാണ്. ഉദാത്തീകരണം എന്ന് പറഞ്ഞാൽ തൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ തൻ്റെ കുറവുകൾ മറക്കാൻ വേണ്ടി സാമൂഹിക കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നതാണ് ഉദാത്തീകരണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനിയും ഉണ്ട് പ്രതിരോധ തന്ത്രങ്ങൾ. അപ്പോൾ അടുത്തത് നോക്കാം.
അനുപൂരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള പോരായ്മ പരിഹരിക്കാൻ മറ്റൊരു കാര്യത്തിൽ മികവുള്ള ആളായി മാറുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പഠിക്കാൻ മോശമായിട്ടുള്ള ഒരു കുട്ടി കായിക പ്രവർത്തനങ്ങളിൽ മികവുറ്റ് നിൽക്കുന്നതൊക്കെ അനുപൂരണത്തിന് ഉദാഹരണമാണ്. ഇനി അപ്പോൾ അനുപൂരണം കഴിഞ്ഞു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജിതനായ കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി മറ്റൊരു കാര്യത്തിൽ മികവുറ്റതാവുക, അതാണ് അനുപൂരണം. അപ്പോൾ അനുപൂരണം കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാശ്ചാത്ഗമനാണ്. പാശ്ചാത്ഗമനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടി തൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി തൻ്റെ മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോവുക. അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ താഴെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ മാതാപിതാക്കൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ വലിയ കുട്ടിക്ക് വരുന്ന സമയത്ത് തൻ്റെ മുൻകാല സമായോജനത്തിലേക്ക്, അഥവാ കൈകളും കാലും നിലത്തിട്ടടിക്കുക, അതേപോലെ തന്നെ കിടക്കയിൽ മൂത്രമൊഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. കാരണം മാതാപിതാക്കളുടെ ശ്രദ്ധ തനിക്കും വേണമെന്ന ഉദ്ദേശത്തിൽ അതൊക്കെയാണ് പാശ്ചാത്ഗമനത്തിൽ ഉൾപ്പെടുന്നത്. അടുത്ത ഒരു പ്രതിരോധ തന്ത്രമാണ് ആക്രമണം എന്ന് പറയുന്നത്. ആക്രമണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രത്യക്ഷമായിട്ടുള്ളതുണ്ട് പരോക്ഷമായിട്ടുള്ളതുണ്ട്. പ്രത്യക്ഷമായിട്ടുള്ള ആക്രമണത്തിനൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടികൾ മറ്റൊരു കുട്ടിയെ അവഹേളിക്കുന്ന സമയത്ത് ആക്രമിക്കുക, അവരുമായിട്ട് തല്ലുപിടിക്കുക, അതാണ് ആക്രമണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരോക്ഷമായിട്ട് ഇപ്പോൾ അച്ഛനൊക്കെ വീട്ടിൽ നിന്ന് വഴക്കൊക്കെ പറയുമ്പോൾ ഗ്ലാസ് എറിഞ്ഞുടക്കുക, അതൊക്കെയാണ് ആക്രമണത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആക്രമണത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പ്രത്യക്ഷമായിട്ടുണ്ട് പരോക്ഷമായിട്ടുണ്ട്. ഇപ്പം നേരിട്ട് ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളോട് നേരിട്ട് ഫൈറ്റ് ചെയ്യുക, അതൊന്ന് പ്രത്യക്ഷമായിട്ട്. അച്ഛൻ വഴക്ക് പറയുന്ന സമയത്ത് ഗ്ലാസ്സൊക്കെ എറിഞ്ഞുടക്കുന്നത് പരോക്ഷമായിട്ടുള്ള ആക്രമണങ്ങളാണ്. അടുത്ത ഒരു പ്രതിരോധ തന്ത്രമാണ് നിഷേധം എന്ന് പറയുന്നത്. നിഷേധം എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. ഇപ്പോൾ നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുക, അതേപോലെ വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കുക, മനഃപൂർവ്വം വിളി കേൾക്കാതിരിക്കുക, അതൊക്കെയാണ് നിഷേധം എന്നതിൽ ഉൾപ്പെടുന്നത്. അടുത്തതാണ് സഹാനുഭൂതി പ്രേരണം. സഹാനുഭൂതി പ്രേരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സഹാനുഭൂതി പിടിച്ചു പറ്റുക, മറ്റുള്ളവരോട് തൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും സങ്കടങ്ങളും പറഞ്ഞ് മറ്റുള്ളവരുടെ സഹാനുഭൂതി പിടിച്ചു പറ്റുന്നതാണ് സഹാനുഭൂതി പ്രേരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു പ്രതിരോധ തന്ത്രമാണ് ഒട്ടകപ്പക്ഷി മനോഭാവം. ഒട്ടകപ്പക്ഷി മനോഭാവം എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പക്ഷികൾക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് തൻ്റെ തല മണലിൽ പൂഴ്ത്തി വെക്കും. അതുപോലെ എന്ത് പ്രശ്നം വരുമ്പോഴും അതിൽ നിന്നും എസ്കേപ്പ് ആവുന്ന ആൾക്കാരാണ് ഒട്ടകപ്പക്ഷി മനോഭാവത്തിൽ ഉൾപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചർ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് തന്നോടല്ല എന്ന ഭാവത്തിൽ മറ്റെങ്ങോട്ടെങ്കിലും നോക്കി നിൽക്കുന്നതൊക്കെ ഒട്ടകപ്പക്ഷി മനോഭാവത്തിലാണ് ഉൾപ്പെടുന്നത്. പ്രതിരോധ തന്ത്രങ്ങൾ ഇനിയുമുണ്ട്, പക്ഷെ അത്രയും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ടും എക്സാമിന് ചോദിക്കാറുള്ളത് ഇത്രയാണ്. ഒരു 11 നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിലപ്പുറം എന്തായാലും ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഞാൻ ഇന്നെടുത്ത ക്ലാസ് മുഴുവൻ നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചിട്ട് അതിൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും അത് ഒരിക്കലും മാഞ്ഞു പോവില്ല. സ്മാർട്ടായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യേണ്ട, സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുക, നല്ല ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ സൈക്കോളജിയുടെ വ്യക്തിത്വം പാർട്ട് 2 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിത്വം ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം, ചെറിയൊരു ഭാഗം കവർ ചെയ്യാനുണ്ട്. അത് ഇനി നാളെ നമ്മളിതിൻ്റെ ഒരു എക്സാം നടത്തുന്നുണ്ട്. 30 മാർക്കിൻ്റെ എക്സാമാണ്. ആ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തിത്വം പാർട്ട് 1ഉം വ്യക്തിത്വം പാർട്ട് 2ഉം കൃത്യമായിട്ട് കണ്ടിരിക്കണം. കണ്ട് അതിലെ കാര്യങ്ങളൊക്കെ എഴുതി വൃത്തിയായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആ ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ. ആ ഒരു 30 മാർക്കിൽ നിങ്ങൾക്കൊരു 22 മാർക്കെങ്കിലും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ കേട്ടറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് എടുത്ത കാര്യവും ഇന്നലെ എടുത്ത കാര്യവും നന്നായിട്ട് പഠിക്കുക. നാളെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ വ്യക്തിത്വം എന്ന ചാപ്റ്ററിലെ 30 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വ്യക്തിത്വം എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുള്ളൂ, 99%. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവുക. അതിനുശേഷം നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതാണ്. അപ്പോൾ എഡ്യൂക്ലിക്കിൻ്റെ ഇന്നത്തെ സൈക്കോളജിയുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നാളെ നമ്മൾ എക്സാമുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.